സൺഡേ മാർക്കറ്റ് കരകുളം ഗ്രാമവാസികൾക്കും അതുപോലെ തന്നെ നഗരവാസികൾക്കും ഒരുപോലെ ഒരു സമ്മാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രഭാതങ്ങളിലെ നാവിലെ രുചി ആദ്യം എത്തുന്നത് പാലിൻ്റെ രൂപത്തിലാണ്. ഈ പാൽ രുചിയെ മാറ്റുന്നതിന് പുതിയൊരു സങ്കല്പമാണ് സൺഡേ മാർക്കറ്റ് മുൻപോട്ട് വച്ചിരിക്കുന്നത്. കർഷകന്റെ പാൽക്കട. ഈ കർഷകന്റെ പാൽക്കട യാഥാർത്ഥ്യമാക്കുന്നത് പാൽക്യാനുകളിൽ കൊണ്ടുവരുന്ന പാലുകളെ വീടുകളിലേക്ക് സസന്തോഷം ഷെയർ ചെയ്യുന്നു. ഈ പാൽക്യാന് ഇവിടെ സ്ഥിരം ചലിപ്പിക്കുന്നതിൽ ഒരു റിട്ടയർഡ് മിലിറ്ററി, അദ്ദേഹത്തിന്റെ പേരെടുത്ത് തന്നെ പറയേണ്ടതുണ്ട്, സന്തോഷ് കുമാർ. എല്ലാ ഞായറാഴ്ചകളിലും ആറാങ്കലിലെ സൺഡേ മാർക്കറ്റിൽ വന്നാൽ പാൽ അളന്നു നൽകുന്നത് ഒരു ജവാനാണ്, റിട്ടയർഡ് ജവാൻ. നമ്മളിപ്പോൾ ഒരു ക്യാപ്ഷൻ പറയാറുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ എന്ന്. അദ്ദേഹം ഇപ്പോൾ ജവാൻ അല്ലെങ്കിൽ പോലും കിസാനൊപ്പമാണ്. ഇതുവരെ എത്ര ചന്തകളിൽ പാൽ അളന്നിട്ടുണ്ട്? എത്രയെന്ന് പിടിയില്ല, ഒരു കണക്കില്ല. എന്നാലും മനസ്സിൽ എപ്പോഴും ഈ പാലളക്കലുണ്ടോ? എപ്പോഴും അളക്കുന്നുണ്ട്. ഞായറാഴ്ച ഒരു ദിവസം രാവിലെ എണീറ്റില്ലെങ്കിൽ ഭാര്യ ചോദിക്കാറുണ്ടോ ഇന്ന് പാലളക്കാൻ പോകുന്നു? പാലളക്കാൻ പോകുന്നുണ്ടെന്ന് ചോദിക്കാറുണ്ട്. പാലളക്കാൻ പോകുന്നത് കർഷകര് ഓരോ പുൽനാമ്പുകളെയും പാൽത്തുള്ളിയാക്കി അവന്റെ അധ്വാനമാണ് പാൽ നിറവായി ഇവിടെ എത്തുന്നത്. എത്രമാത്രം സന്തോഷം തോന്നുന്നു ഈ ഒരു വർക്കിൽ ഏർപ്പെടുന്നത്? നല്ല സന്തോഷമായിരുന്നു. നല്ല ടൈം പാസ്സാണ്. നല്ല രസമാണ് ടൈം പാസ്സാണ്. ആൾക്കാർക്കാരും നല്ല കാണിക്കുന്ന താല്പര്യമുണ്ട്. പാല് വാങ്ങിക്കുന്നത് എല്ലാവരും നല്ല താല്പര്യമുണ്ട്. ഒരു ദിവസം എത്ര ലിറ്റർ വരെ വാങ്ങുന്നുണ്ട്? ഒരു ലിറ്റർ 25-35 ലിറ്റർ വരെ പാല് പോകാറുണ്ട്. 55 രൂപ ഒരു ലിറ്റർ എന്നത് ഇത്തിരി വില കൂടുതലല്ലേ? പിന്നെ അത്ര കൂടുതലല്ല. കാര്യം നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് നന്ദിയോടുന്ന് ആണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള പാല് കിട്ടുന്നു ആൾക്കാർക്ക്. ഇവിടുത്തെ പാലാണോ ഞായറാഴ്ച കുടിക്കുന്നത്? എല്ലാ ഞായറാഴ്ചയും സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ച ലിറ്റർ വാങ്ങിക്കാറുണ്ട്. ചായയുടെ രുചിക്ക് വ്യത്യാസം ഉണ്ടോ? ഇല്ലില്ല, രുചിക്ക് നല്ല പാലാണ്. അപ്പൊ ഞായറാഴ്ച നല്ല പാല് കുടിക്കാം. അപ്പൊ അത് നന്ദിയുള്ള കർഷകരുടെ പാലാണ് കുടിക്കുന്നതെന്നുള്ള ഒരു ബോധം ഉള്ളിൽ പിള്ളേരിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഇതൊരു സംസ്കാരത്തിന്റെ പ്രേഷണം കൂടിയാണ്. 100 ചന്തകൾ പിന്നിടുമ്പോൾ ഇവിടെ ഒത്തിരി പാൽ അളന്നിരിക്കുന്നു, ഒത്തിരി ചായ കുടിച്ചിരിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ സൊസൈറ്റി പച്ച ക്ഷീരസംഘം നമ്പർ പറയാൻ പറ്റുമോ ശ്രീത്തെ? പച്ച ക്ഷീരസംഘം ലിമിറ്റഡ് നമ്പർ എത്ര ആയിക്കോട്ടെ, ആ ക്ഷീരസംഘത്തിലെ പാലാണ് ഇവിടെ എത്തുന്നത്. പാൽക്യാനും പച്ച ക്ഷീരസംഘത്തിന്റെയാണ്. എന്താണ് പ്രസിഡന്റ് പറയാനുള്ളത്? അല്ല, ഇത് നമ്മുടെ സൺഡേ മാർക്കറ്റിന്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് പാല് തന്നെയാണ്. നേരത്തെ സന്തോഷ് പറഞ്ഞ പോലെ 30 മുതൽ 35 ലിറ്റർ വരെ പാല് നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും തരാവുന്നുണ്ട്. അതിന് വില ഒരു വിഷയമല്ല, അതിന്റെ ക്വാളിറ്റി തന്നെയാണ് എൻ്റെ ഏറ്റവും മുഖ്യ ഘടകം. നേരത്തെ സനല് സ്ഥിരമായി 3 ലിറ്റർ മേടിക്കുന്ന ആളാണ്. അവിടെ നെയ്യ് ഉൽപാദനം കൂടിയുണ്ട്. ഇടയ്ക്കും ചിലപ്പോൾ എനിക്ക് തരാറുണ്ട്. നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് അത്യുന്നത ബ്രാൻഡിനേക്കാൾ വളരെ ഗുണവും പിന്നെ മണവുമുള്ള നെയ്യാണ് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. അതുകൊണ്ട് എടുത്തു പറയത്തക്ക കേസാണ്. അപ്പോൾ ഇതിനെ ഏറ്റവും ഇനിയുള്ള സൺഡേ മാർക്കറ്റുകളിലും പാലൊരു മെയിൻ സാധനം ഫസ്റ്റ് പ്രയോറിറ്റി പാലിനാണ്. ചായ തൊട്ട് തുടങ്ങാം. ഫസ്റ്റ് പ്രയോറിറ്റി പാലിന് തന്നെയാണ്. ജൈവം പച്ചക്കറിയിൽ മാത്രം പോരാ. അപ്പൊ പാൽ, പഴം, മുട്ട, പച്ചക്കറി. ശ്രീജിത്തെ, ഇത് എത്ര മണിക്ക് പോയാണ് ഈ പാൽ എടുക്കാൻ വേണ്ടി പോകുന്നത്? 6 മണിക്ക് മുമ്പ് പോകും സാർ. ശ്രീജിത്ത് എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? ഉറങ്ങണ ഇത് എല്ലാ ലിസ്റ്റൊക്കെ എഴുതി തീരുമ്പോൾ ചിലപ്പോ 2:30 മണി വരെയാണ്. എല്ലാവരും ഓർഡർ എടുത്ത് സാധനം എടുത്തൊക്കെ. സൊസൈറ്റി എത്ര മണിക്ക് തുറക്കും? സൊസൈറ്റി 6 മണിക്ക്. ഞാൻ അവിടെ ചെന്നതിന് ശേഷം സൊസൈറ്റി തുറക്കും. അവർക്ക് എങ്ങനെയാണ്? വലിയ സന്തോഷമാണ്. അവർക്ക് സന്തോഷമാണ്. ഇത് മിക്കവാറും ഒരു ക്യാനിൽ വരുന്ന ഒരു പശുവിന്റെ പാലായിരിക്കും. രണ്ട് കാറ്റൊക്കെ കൊണ്ടുപോകും. ഗുണമേന്മ നോക്കിയിട്ട് തന്നെ കഴിക്കും. ഇവിടെ പാലിൽ ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി സാധനം മാത്രമേ എടുക്കൂ. എത്ര ലിറ്ററിൽ നിന്ന് എത്ര ലിറ്ററിലോട്ട് കയറി? ഇപ്പൊ 10 ലിറ്ററിൽ തുടങ്ങി. ഇപ്പൊ ഏകദേശം 35-40 വരെ പോയി. ഇപ്പൊ ചെറുതായിട്ട് താഴ്ത്തു വന്നിട്ടുണ്ട്. നല്ല പോണുണ്ട്. പാലില്ലാത്ത സൺഡേ മാർക്കറ്റ് ഇല്ല. പാൽ, പഴം, മുട്ട, പച്ചക്കറി എന്ന രീതിയിലാണ് സൺഡേ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്നത് ശ്രീ സന്തോഷിന്റെ പാൽ അളവ് സാന്നിധ്യമാണ്. ഒരു റിട്ടയർഡ് ജവാൻ ഒട്ടും മുടങ്ങാതെ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി വന്ന് പാൽ അളക്കുന്നു. പാൽ അളക്കുന്നത് നൽകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല. ആദ്യമൊക്കെ ഇത് പശുക്കൊക്കെ പ്രശ്നമായിരുന്നല്ലോ. പാലിങ്ങനെ തറയി പോവായിരുന്നു. കറക്റ്റ് ഒരു തുള്ളി പാല് പോലും പുറത്തു. അപ്പൊ ഓരോ പുൽനാമ്പും ഒരു പാൽത്തുള്ളിയാണെങ്കിൽ ഇവിടെ പാലളക്കുമ്പോൾ ഒരു തുള്ളി പാല് പോലും പോകാത്ത രീതിയിൽ
ഗുണമേന്മയുള്ള രീതിയിൽ പാലിളക്കുന്നു. ശ്രീ സന്തോഷ്, ശ്രീ ശ്രീജിത്ത്, ശ്രീ സനൽ, ശ്രീ ബിജു, പിന്നെ നമ്മുടെ സെക്രട്ടറി ശ്രീ സമഭാവന പ്രസിഡന്റ് ശ്രീ സന്തോഷ്, ശ്രീ ശ്രീജിത്ത്, ഇങ്ങനെ ഒട്ടേറെ പേരുടെ ഒത്തുചേരലാണ് 100ാം ആഴ്ചയിലേക്ക് ഞായറാഴ്ച ചന്ത എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് പാല്. അപ്പോൾ ക്ഷീര കർഷകർക്കാണ് ഈ സല്യൂട്ട് ചെന്ന് ചേരുന്നത്. ഉപഭോക്താക്കളാണ് ഇവർ, എങ്കിലും ഇവർ ഇപ്പോൾ ഉൽപാദകരോടൊപ്പമാണ്. ഈ ഉൽപാദക ഉപഭോക്തൃ സമരസമാണ് നമ്മുടെ ഇനിയുള്ള പ്രയാണത്തിന് വേണ്ടത്.